ഒരിക്കൽ ഒരു പാവപ്പെട്ട മുത്തശ്ശിയും അവരുടെ സെൽഫിഷ് ആയ ഒരു പൂച്ചയും ഒരുമിച്ച് ജീവിച്ചിരുന്നു. പൂച്ച എല്ലായിടത്തും കയറി തലയിടും, പാത്രത്തിലും കയറിയിരിക്കും. അതുകൊണ്ട് മുത്തശ്ശിക്ക് പൂച്ച ഭയങ്കര ശല്യമായിരുന്നു. മുത്തശ്ശി ദേഷ്യത്തില് പൂച്ചയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. താഴത്തില്ലടാ എന്ന് പറഞ്ഞ് പൂച്ച ലോകം കാണാൻ ഇറങ്ങി. പൂച്ച ഒരു പാലത്തിന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ ഒരു കുറുക്കനെ കണ്ടുമുട്ടി. രണ്ടുപേര് മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആദ്യം കണ്ട് പേടിച്ചു വിറച്ചു. പക്ഷെ പൂച്ച, താഴത്തില്ലടാ, ഞാൻ പൂച്ചയാടാ, ഞാൻ കാടിന്റെ രാജാവ്, എല്ലാ മൃഗങ്ങളും എന്നെ ഭയക്കുന്നു എന്ന് കുറുക്കനോട് നുണ പറഞ്ഞു. അത് കേട്ട് അമ്പരന്ന കുറുക്കൻ പൂച്ചയെ കുറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പൂച്ചയ്ക്ക് 4 നേരം ഫുഡും കിടക്കാൻ ഗംഭീര മുറിയും കൊടുത്തു. പൂച്ച ഉറങ്ങുമ്പോൾ കുറുക്കൻ കാട്ടിലെ മറ്റു മൃഗങ്ങളോട് മുന്നറിയിപ്പ് കൊടുത്തു. പൂച്ച രാജാവിനെ എങ്ങാനും ഉണർത്തിയാലുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഞാനങ്ങ് കൊന്ന് ശാപ്പാടാക്കൂ എന്ന്. ഇത് കേട്ട് പേടിച്ച കരടിയും മുയലും ചേർന്ന് രാജാവായ പൂച്ചയെ ഒരു വിരുന്നിന് ക്ഷണിക്കാൻ തീരുമാനിച്ചു. ക്ഷണം അറിയിക്കാൻ കരടി പോയപ്പോൾ കുറുക്കൻ അതിനെ ആട്ടിപ്പായിച്ചു. അവരൊരു കാക്കയാണ് പിന്നെ ദൂതനായി അയച്ചത്. പൂച്ച രാജാവ് സന്തോഷത്തോടെ തന്റെ മീശയും പിടിച്ചു കുറുക്കനോടൊപ്പം വിരുന്നിന് പോകാൻ പുറപ്പെട്ടു. പൂച്ചയെ നേരി കണ്ടപ്പോൾ ആറ്റിറ്റ്യൂഡും ഗ്ലാമറും കണ്ട് മറ്റു മൃഗങ്ങളങ്ങ് പേടിച്ചു വിറച്ചു. ഇവൻ നമ്മളെ കൊല്ലുമെന്ന ഭയത്തിൽ എല്ലാവരും കാടിന്റെ പല ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഒരിക്കൽ പോലും പോരാടാതെ തന്നെ ഒരു ചെറിയ ഒരു പൂച്ച അവന്റെ താഴത്തില്ലട ആറ്റിറ്റ്യൂഡും വെച്ച് നുണയും പറഞ്ഞുകൊണ്ട് വലിയ മൃഗങ്ങളെ വരെ കീഴടക്കി. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ ഒരു പൂച്ച? എങ്കിൽ അവന്റെ പേര് കമന്റ് ചെയ്യൂ.